പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവായ ഈശോയെ, അങ്ങയുടെ ശക്തമായ സാന്നിധ്യം ഞങ്ങളോട് കൂടെയുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവെ, അങ്ങ് കൂടെ നടക്കുന്നവനാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. കർത്താവെ, ജീവിതത്തിൻ്റെ ഏതെങ്കിലും അവസരങ്ങളിൽ അങ്ങയെ ഓർക്കുമ്പോൾ മാത്രമല്ല, എല്ലാ നേരവും എൻ്റെ കൂടെ നടക്കാൻ ആഗ്രഹിക്കുന്ന അങ്ങ്. ഏദൻ തോട്ടത്തിൽ ആദത്തോടും ഹവ്വായോടും ഒപ്പം കൂടെ നടന്ന ദൈവം, അവരോടൊപ്പം കർത്താവ് സായാഹ്നങ്ങളിൽ നടന്നു എന്ന് വചനത്തിൽ വായിക്കുന്നുണ്ട്. കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ വഴികളിൽ എല്ലാ നേരവും അങ്ങ് കൂടെ നടക്കണമേ. ഞങ്ങൾ അങ്ങയെ ഓർക്കുന്ന സമയങ്ങളിൽ മാത്രമല്ല, അങ്ങ് ഓരോ നിമിഷവും ഞങ്ങളെ ഓർത്തുകൊണ്ടാണ് ഇരിക്കുന്നത്. ഞങ്ങൾ അങ്ങേക്ക് പ്രിയങ്കരരാണ്, അങ്ങേക്ക് പ്രിയപ്പെട്ടവരാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു, ഏറ്റുപറയുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. പ്രിയമുള്ളവരെ, നമ്മൾ ഈ ദിവസങ്ങളിൽ ചിന്തിക്കുന്നത്, ഇന്ന് ജനുവരി മാസത്തിന്റെ 8-ാം തീയതി. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത്, ദൈവം നമ്മോടൊപ്പം എപ്പോഴും ആയിരിക്കാൻ ആഗ്രഹിക്കുന്നു. ഇമ്മാനുവേലായ അവിടുന്ന് ക്രിസ്മസ് ദിനത്തിൽ അവിടുന്ന് നമുക്ക് വെളിപ്പെടുത്തി, ഞാൻ നിങ്ങളുടെ കൂടെ നടക്കാൻ ആഗ്രഹിക്കുന്ന ദൈവം. പഴയ നിയമത്തിൽ ഇസ്രായേൽ ജനത്തോടൊപ്പം കൂടെ നടന്ന ദൈവം, അവരോടൊപ്പം അഗ്നിസ്തംഭമായും രാത്രിയിൽ അഗ്നിസ്തംഭമായും പകൽ മേഘസ്തംഭമായും നടന്ന ദൈവം. വിശന്നപ്പോൾ അവർക്ക് മന്നയും കാടയും നൽകിയ ദൈവം, ദാഹിച്ചപ്പോൾ പാറയിൽ നിന്നും ജലമൊഴുക്കിയ ദൈവം, കൂടെ നടന്ന് ചെങ്കടലിനെ വിഭജിച്ച് ആ വരണ്ട മണ്ണിലൂടെ അവരെ കർത്താവ് വളരെ സുരക്ഷിതമായിട്ട് നയിച്ചു. ഈ ദൈവത്തിന്റെ സാന്നിധ്യമാണ് കർത്താവെ ഞങ്ങൾ ഓരോരുത്തരും തിരിച്ചറിയേണ്ടതെന്ന് നമ്മൾ ഇന്നും പ്രാർത്ഥിക്കണം. പ്രിയമുള്ളവരെ, നമ്മൾ ക്രിസ്ത്യാനികൾ ഞായറാഴ്ച ക്രിസ്ത്യാനികളായിട്ട് മാറുകയാണ്. നമുക്ക് കർത്താവിന്റെ ഓർമ്മ വൈകുന്നേരത്തിലെ ചെറിയൊരു പ്രാർത്ഥനയിലോ അതല്ലെങ്കിൽ ഞായറാഴ്ച അർപ്പിക്കുന്ന ബലിയിൽ മാത്രം ഒരുപക്ഷെ ഒതുങ്ങി നിൽക്കുന്ന ദൈവ സാന്നിധ്യമാണ്. അതുകൊണ്ട് ജീവിതത്തിന്റെ ഏറിയ സമയവും ഈ ദൈവത്തെ തിരിച്ചറിയാനായിട്ട് അനുഭവിച്ചറിയാൻ നമുക്ക് പറ്റുന്നില്ല. മാത്രമല്ല, ഒരു ദൈവത്തിന്റെ മകൻ അല്ലെങ്കിൽ മകൾ ആ ദൈവത്തെ മറക്കുന്ന നേരം അവന്റെ ജീവിതത്തില് പിശാച് സാന്നിധ്യമായി കടന്നു വരും. അവൻ പ്രലോഭനമായിട്ട് കടന്നു വരും. അവൻ ആധിപത്യമായിട്ട് കടന്നു വരും. പിശാച് കൊണ്ടുവരുന്നത് മരണമാണ്. പിശാച് കൊണ്ടുവരുന്നത് വലിയ ആധിപത്യമാണ്. നമ്മളിൽ ദുഃഖവും നിരാശയുമാണ്. കർത്താവ് നമ്മോട് പറയുന്നു, അവിടുന്ന് തൻ്റെ തിരുവചനങ്ങളോട് നമ്മൾ ഓർമ്മിപ്പിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഈശോ ലോകത്തിനും തിരികെ പോകാൻ നേരത്ത് വിശുദ്ധ കുർബാന സ്ഥാപിച്ചുകൊണ്ട് പറഞ്ഞു. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 20-ാം തിരുവചനം ശേഷം കർത്താവ് ആ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുമ്പോൾ പറയുന്നതാണ്, ഞാൻ ലോകാന്ത്യം വരെ ഇന്നും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും. നമ്മുടെയൊക്കെ പള്ളികളിൽ, ഇടവക ദേവാലയങ്ങളിലൊക്കെ കർത്താവ് വിശുദ്ധ കൂദാശയില് അവിടുന്ന് സക്രാരിയിൽ അവിടുന്ന് കാത്തിരിക്കുകയാണ്, എന്നെയും നിന്നെയും. നമ്മളൊക്കെ നിത്യ ആരാധന കേന്ദ്രങ്ങൾ കാണാറുണ്ട്. അവിടെയൊക്കെ നമ്മൾ പോകാറുണ്ടോ? ഒരുപക്ഷെ നമ്മുടെ വീടിന്റെ അടുത്തായിരിക്കും. നമുക്ക് സമയമില്ല എന്ന് പറഞ്ഞ് കർത്താവിനെ നമ്മൾ അവഗണിക്കുന്നവരാണ്. ജീവിക്കുന്ന സാന്നിധ്യമായ ദൈവം നമ്മുടെ ജീവിതത്തിന്റെ തിരക്കുകൾ കർത്താവിനെ നമ്മൾ മറക്കുമ്പോൾ കൂടെ നടക്കാൻ അവിടുന്ന് ആഗ്രഹിക്കുകയാണ്. നമുക്ക് ആത്മശോധന ചെയ്യാം. ഈ ദിവസം ജീവിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം എൻ്റെ കൂടെ ഉണ്ടോ? ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ഞാൻ നിരാശപ്പെടുന്നു? എന്തുകൊണ്ട് ഞാൻ പലപ്പോഴും തകർന്നടിഞ്ഞു പോകുന്നു? എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തില് ഉത്തരങ്ങളിൽ കിട്ടാതെ പോകുന്നു? എൻ്റെ ജീവിതത്തില് എനിക്ക് പരാജയം സംഭവിക്കുമ്പോൾ ഞാൻ തകർന്നടിഞ്ഞു പോകുന്നു. ജീവിക്കുന്ന സാന്നിധ്യമായ ദൈവം നിന്റെയും എൻ്റെയും കൂടെയുണ്ട്. അവിടുന്ന് കൂടെ നടക്കുന്ന ദൈവമാണ്. ആ ദൈവത്തിന്റെ സാന്നിധ്യം നമുക്ക് അനുസ്മരിക്കാം. ലോകാവസാനം വരെ ഞാൻ എന്നും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും. ഏത് ദൈവമാണ് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്? നമ്മുടെ കർത്താവ് മാത്രം. അത്രത്തോളം അവിടുന്ന് നമ്മെ സ്നേഹിക്കുകയാണ്. രോഗശൈലിയിൽ കിടക്കുന്നവരോട് കർത്താവ് പറയുന്നു, നിന്റെ കൂടെ ഞാനുണ്ട്. പാടത്ത് പണിയെടുക്കുന്നവരോട് കർത്താവ് പറയുന്നു, നിന്റെ കൂടെ ഞാനുണ്ട്. ജീവിതത്തിൽ പ്രതിസന്ധി നേരിടുന്നവരോട് കർത്താവ് പറയുന്നു, നിന്റെ കൂടെ ഞാനുണ്ട്. പ്രിയമുള്ളവരെ, കുരിശ് ചുമക്കുന്നവരോട് കർത്താവ് പറയുന്നു, നിന്റെ കൂടെ ഞാനുണ്ട്. കുരിശിൽ കിടക്കുന്നവരോട് കർത്താവ് പറയുന്നു, നിന്റെ കുരിശിന്റെ മറുവശത്ത് ഞാനുണ്ട്. ഈ ജീവിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം നമുക്ക് ഓർക്കാം. നിരാശപ്പെടാനല്ല, പ്രത്യാശയോടുകൂടെ ജീവിക്കുന്ന നമ്മുടെ സർവശക്തനായ കർത്താവിന്റെ കരം പിടിച്ച് ഈ ലോകത്തിൽ നമുക്ക് മുന്നോട്ട് നീങ്ങാം. ഇമ്മാനുവേലായ ദൈവം എന്നും എന്നോടും നിന്നോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, ഈ ദിവസത്തിന്റെ പ്രഭാതത്തിൽ കർത്താവെ, ഞങ്ങൾ അങ്ങയെ ഓർക്കുകയാണ്. ഓരോ ദിവസവും ഞങ്ങൾ അങ്ങയെ ഓർത്തുകൊണ്ട് അങ്ങയുടെ കരം പിടിച്ചുകൊണ്ട് ഞങ്ങളുടെ ജീവിതയാത്ര തുടരട്ടെ. കർത്താവെ, അങ്ങയെ ലോകത്തിന് വെളിപ്പെടുത്തി കൊടുവാൻ, അങ്ങ് ദൈവപുത്രനാണ്, ദൈവമാണ് എന്ന് ഏറ്റുപറയുവാൻ എൻ്റെ ജീവിതത്തിലെ ഓരോ പ്രവൃത്തികളും കർത്താവെ എന്നെ സഹായിക്കട്ടെ. അങ്ങയുടെ സാന്നിധ്യം ഞാൻ തിരിച്ചറിയട്ടെ.
അങ്ങയെ ലോകത്തിന് ഞാൻ വെളിപ്പെടുത്തി കൊടുക്കട്ടെ. അങ്ങയുടെ ശക്തിയിൽ ഞാൻ ആശ്രയിക്കട്ടെ. അങ്ങയുടെ ജീവൻ എൻ്റെ ജീവിതത്തിന്റെ ഓരോ നിമിഷവും എന്നെ ശക്തിപ്പെടുത്തട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.